നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അർഹരായവർക്കെല്ലാം ഭൂമി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പട്ടയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഒരു മടിയും കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരുതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരുതൂരിലെ വില്ലേജ് ഓഫീസ് മാത്രം കണ്ടാൽ റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളോ ഭൂമുഖ പടിവാതിലുമായിട്ടുള്ള വില്ലേജ് ഓഫീസുകളിൽ വരുന്ന സമഗ്രമായിട്ടുള്ള മാറ്റത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാധാരണ നിലയിൽ പണ്ട് പൊടി പിടിച്ചിട്ടുള്ള ഫയലുകളുടെ നടുവിൽ ഒറ്റയ്ക്കോ കൂട്ടായോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫീസിനെ കണ്ടാൽ പേരെഴുതി വെച്ചില്ലെങ്കിലും അത് വില്ലേജ് ഓഫീസാണെന്നും ധാരാളമായി വാഹനങ്ങൾ കുന്നുകൂടിയിട്ട് ആരും ഉളയ്ക്കും വിധം വാഹനങ്ങൾ കടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നും കരുതിയിരുന്ന ഒരു നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന വകുപ്പുകളെ തന്നെ അടിമുടി നവീകരിക്കണമെന്ന ആശയത്തിലേക്ക് ഗവൺമെന്റ് വരികയാണ്. നവകേരളം രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നേരത്തെ പ്രിയപ്പെട്ട എം പി രാജേഷ് നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ കെ സ്മാർട്ട് എന്ന പഞ്ചായത്ത് തലങ്ങളിൽ നടത്തിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കപ്പെട്ടതുപോലെ റവന്യൂ വകുപ്പിലും ഇന്ന് റവന്യൂവിന്റെ സേവനങ്ങൾ കടൽ കടന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്. കെ സ്മാർട്ടിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെങ്കിൽ ഈ രാജ്യത്തിന്റെ കടൽ കടന്നപ്പുറത്തു പോയി മണലാരണ്യങ്ങളിൽ മനുഷ്യന് വേണ്ടി മലയാളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന് കേരളത്തിൽ ഓർമ്മകളുടെ സൗന്ദര്യം പേറാൻ സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 8.25 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കും. രേഖകളുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്മാർട്ട് നമ്പറും QR കോഡും ചിപ്പും ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ സഹായിക്കും. ഓരോരുത്തരുടെയും റവന്യൂ രേഖകൾ എല്ലാം ഉൾപ്പെടുത്തിയതായിരിക്കും ഈ കാർഡ്. ഭൂമിയുടെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് 1939 സെറ്റിൽമെന്റ് ആക്ട് ഭേദഗതി ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിലെ ഉന്നതികളിൽ 40 വർഷത്തോളമായി പട്ടയം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം നൽകാൻ കഴിഞ്ഞതായി മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഓരോ വകുപ്പും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതിവേഗ ഭരണനിർവഹണത്തിനുള്ള മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. വില്ലേജ് ഓഫീസ് വരുന്നതിന് മുമ്പുള്ള വില്ലേജ് ഓഫീസ് എങ്ങനെയായിരുന്നു എന്നത് ആധുനിക കേരളം, നവകേരളം എന്ന് പറയുന്നത് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കാണിക്കുന്നത്. കേരളത്തിലാകെയും തൃത്താലയിലും ഉയർന്നു വന്നിട്ടുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള അതിമനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ, പരുതൂർ GLP സ്കൂളിന്റെ കെട്ടിടം ഒറ്റ വർഷം കൊണ്ടാണ് LP സ്കൂളിന് ഇതുപോലൊരു കെട്ടിടം പണി പൂർത്തിയാക്കിയത്. 1 കോടി രൂപ ചെലവിൽ. കരിയന്നൂരിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. തൃത്താല അസംബ്ലി മണ്ഡലത്തിലാകെ 27 സ്കൂൾ കെട്ടിടങ്ങൾക്കാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കിഫ്ബി, പ്ലാൻ ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്നത്. ഏറെക്കുറെ എല്ലാം ഇപ്പോ ഏതാനും മാസത്തോടുകൂടി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യും. 16-ാം തീയതി ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി മണ്ഡലത്തിൽ വരുന്നുണ്ട്. ഈ കെട്ടിടങ്ങൾ 3-4 കെട്ടിടങ്ങൾ അപ്പോഴേക്കും ഉദ്ഘാടനം ചെയ്യാനാവും. സ്കൂൾ കെട്ടിടങ്ങൾ, അപ്പൊ സ്കൂൾ കെട്ടിടങ്ങൾ, റോഡുകൾ, അതുപോലെ കാങ്കപ്പുഴ റെഗുലേറ്റർക്കും ബ്രിഡ്ജ് പോലുള്ള വൻകിട പദ്ധതികൾ, കൂട്ടക്കടവ് പദ്ധതി റെഗുലേറ്റർ, കൂട്ടക്കടവ് റെഗുലേറ്റർ, ഇങ്ങനെ വലിയ പദ്ധതികൾ. കേരളത്തിൽ എങ്ങനെയാണ് എല്ലാ തലങ്ങളിലും മാറ്റമുണ്ടാകുന്നതിന്റെ ഉദാഹരണമാണ് നിർമ്മാണം പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം. നവകേരളം എന്നത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് കാണിക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെന്നും മന്ത്രി പറഞ്ഞു. വലിയ പദ്ധതികൾ കേരളത്തിലെന്നതുപോലെ തൃത്താല മണ്ഡലത്തിലും അത്ഭുതകരമായ രീതിയിലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ മുതൽ മാറ്റമുണ്ടെന്നും സർക്കാർ ജനങ്ങളുടെ വിരൽത്തുമ്പിലായിരിക്കുന്ന കാലമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരുതൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സക്കറിയ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ,
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് തൃത്താലയിൽ അനുവദിച്ചത് 2563 പട്ടയങ്ങളെന്ന് മന്ത്രി MB രാജേഷ്. അരനൂറ്റാണ്ട് കാലത്തോളം പട്ടയം ലഭിക്കാതെ കാത്തിരുന്നവർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം ലഭ്യമാക്കാനായത് അഭിമാനാർഹമായ നേട്ടമെന്നും മന്ത്രി പറഞ്ഞു. കൂറ്റനാട് നടന്ന പട്ടയ മിഷൻ 2025 പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മിച്ചഭൂമി പട്ടയം 86, ലക്ഷം വീട് പട്ടയം 389, അസൈൻമെന്റ് പട്ടയം 74, ദേവസ്വം പട്ടയങ്ങൾ 202, LD പട്ടയങ്ങൾ 1812. എല്ലാം കൂടി ചേർത്താൽ ആകെ ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് തൃത്താലയിൽ അനുവദിച്ച പട്ടയങ്ങളുടെ എണ്ണം 2563. 2563 പേരെ ഭൂമിയുടെ ഉടമകളും രേഖകളുടെ അവകാശികളുമാക്കി മാറ്റിയ ഗവൺമെന്റും റവന്യൂ വകുപ്പ് മന്ത്രിയുമാണ് ഇവിടെയുള്ളത്. വളരെ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം, ഇതിൽ നേരത്തെ കോളനി പട്ടയങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പൊ കോളനി മാറി ഉന്നതികളായി മാറി. ഉന്നതികളിൽ പട്ടിത്തറയിലെ കറുത്തേടത്ത്, കുഞ്ഞമ്പൂ ഉന്നതികൾ, ചാലുശ്ശേരിയിലെ കുന്നത്തേരി 50 കൊല്ലമായി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കിട്ടാതെ കാത്തിരുന്നവരാണ്. ഈ 3 അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായത് ഈ സർക്കാരിന്റെ കാലത്താണ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ്. 2022 ജനുവരി 6 ബഹുമാനപ്പെട്ട മന്ത്രിയും അന്നത്തെ ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ, റവന്യൂ അധികാരികൾ ഇവിടെ വന്നത്. അന്ന് ഞാൻ മന്ത്രിയല്ല, സ്പീക്കറാണ്. അന്നാണ് ഈ 3 കോളനികളിലും പോയി 344 പട്ടയങ്ങളാണ് നാം വിതരണം ചെയ്തത്. ഒരിക്കലും പട്ടയം കിട്ടില്ല എന്ന് കരുതിയവർ 50 കൊല്ലം കാത്തിരുന്ന് മടുത്ത് ഇനി ഒരു പ്രതീക്ഷയും ബാക്കിയില്ല എന്ന് കരുതിയവരുടെ കൈകളിലേക്കാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ രേഖ ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് കൊടുത്തത്. അതാണ് ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അതുൾപ്പെടെ ചേർത്ത് ഇന്ന് കൊടുക്കുന്ന 201 പട്ടയങ്ങൾ ഉൾപ്പെടെ 2563 പട്ടയം ഈ 4 കൊല്ലത്തിനുള്ളിൽ കൊടുക്കുക. കഴിഞ്ഞ 10 കൊല്ലം കൊടുത്ത പട്ടയത്തിന്റെ 8 ഇരട്ടി വരും ഈ 4 കൊല്ലം കൊണ്ട് കൊടുത്ത 2563 എന്നത്. അപ്പോ എങ്ങനെയാണ് കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. വില്ലേജ് ഓഫീസുകൾ മുഴുവൻ സ്മാർട്ടായി. ഭാരതീയ നൃത്താവിഷ്കാരങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി സ്പിക്മാക്കയുടെ കർമ്മ പദ്ധതി. പട്ടാമ്പി ഉപജില്ലയിലെ 40ഓളം വിദ്യാലയങ്ങളിലാണ് നൃത്താവിഷ്കാരങ്ങൾ കുട്ടികൾക്കായി അവതരിപ്പിച്ചത്. ആദ്യഘട്ട പരിശീലന പരിപാടികൾ പൂർത്തിയായി. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ ദില്ലി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്പിക്മാക് കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി സബ് ജില്ലയിലെ 40ഓളം വിദ്യാലയങ്ങളിൽ ഭാരതീയ കലാരൂപങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. 2030 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഭാരതീയ ക്ലാസിക്കൽ കലയെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടനയുടെ പ്രവർത്തനം. ഇതിനായി വിഷൻ 2030 എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കേരള ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ഉണ്ണി വാര്യർ, സുരേഷ് പൊറ്റേക്കാട്, തടം പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി സബ് ജില്ലയിലെ 40ഓളം വിദ്യാലയങ്ങളിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, കഥക് എന്നീ ഭാരതീയ നൃത്തകലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സഹകരണത്തോടു കൂടിയായിരുന്നു വിദ്യാലയങ്ങളിലെ പരിപാടികൾ ഒരുക്കിയത്. കഥക് നർത്തകി സംഗീത ചാറ്റർജി, ഭരതനാട്യം നർത്തകി ശിവരഞ്ജിനി ഹരീഷ്, മോഹിനിയാട്ട നർത്തകി കലാമണ്ഡലം വേണി, കുച്ചിപ്പിടി നർത്തകി രശ്മി ആർ ചവല്ലൂർ എന്നിവരാണ് സ്പിക്മാകെ സംഘത്തിലുണ്ടായിരുന്നത്. 4 പേരും വിവിധ വിദ്യാലയങ്ങളിൽ നൃത്താവതരണവും നടത്തി. പട്ടാമ്പി സബ് ജില്ലയിലെ 33ഓളം വിദ്യാലയങ്ങളിൽ കൂടി ഈ വർഷം പരിപാടി അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നമ്മുടെ ഉപജില്ലയിലെ ചെറിയ LP മുതൽക്ക് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിൽ ഇനിയൊരു 33 വിദ്യാലയം കൂടി ബാക്കി. അതും തുടർന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ വർഷം പട്ടാമ്പി ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയത്തിലും സ്പിക്മാക്കയുടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം കല മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ
അക്രമകാരികളായ ഒരു സമൂഹത്തെ ഇല്ലാതെയാക്കാൻ കഴിയും എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയിട്ടുള്ളത്. പട്ടാമ്പി AU ഓഫീസിലേക്ക് KTSA മാർച്ച് സംഘടിപ്പിച്ചു. കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരെ പിരിച്ചുവിടാനുള്ള കോടതി വിധിക്കെതിരായിരുന്നു പ്രതിഷേധം. കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരെ പിരിച്ചുവിടാനുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് KSTA പട്ടാമ്പി സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AU ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മേലെ പട്ടാമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഷാജു ഉദ്ഘാടനം ചെയ്തു. അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 2, കേട്ടറ്റിന്റെ പരിധിയിൽ നിന്ന് നിലവിലുള്ള അധ്യാപകരെ മുഴുവൻ ഒഴിവാക്കണം എന്നുള്ളതാണ്. 3, ഭിന്നശേഷിയുടെ പേരിൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമന തടസ്സം നീക്കം ചെയ്ത് മുഴുവൻ അധ്യാപകർക്കും പൂർണ്ണ തോതിൽ ശമ്പളം അനുവദിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ ഡിമാൻഡ്, കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ പേരിൽ പ്രധാന അധ്യാപകരുടെ മേൽ ചുമത്തിയിരിക്കുന്ന അമിത ഭാരം മുഴുവനായും പിൻവലിക്കുക. 5, അധ്യാപകരുടെ വിവിധ കേസുകൾ വിവിധ ഓഫീസുകളിലായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരരംഗത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഡിമാൻഡ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക അവഗണന കാണിക്കുന്നുണ്ട് എന്നറിയാത്ത ഒരു മലയാളിയും ഈ നാട്ടിലുണ്ടാവില്ല. ഏതാണ്ട് 4 കോടിയുടെ അടുത്ത് വരുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടുത്ത സാമ്പത്തിക അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. KC ഷാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിപിനൻ, K. ജയപ്രകാശ്, A. ഷെമി, EM ശ്രീദേവി, ജില്ലാ കമ്മിറ്റി അംഗം S. മിനി, സബ് ജില്ലാ സെക്രട്ടറി VP മനോജ്, M. സുധീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല കണ്ണന്നൂരിൽ പാതയോരത്ത് ചെണ്ടുമല്ലി പൂവസന്തം. പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് കണ്ണുനീർ ഗ്രാമത്തിന് വർണ്ണക്കാഴ്ചയേകിയുള്ള പൂവസന്തം ഒരുക്കിയത്. പട്ടാമ്പി തൃത്താല പാതയിലെ കണ്ണന്നൂരിൽ നിന്നും പാടത്തിലൂടെ പോകുന്ന പാതയോരത്തെ കാഴ്ചയാണിത്. റോഡിനിരുവശവും ചെണ്ടുമല്ലി പൂവസന്തം. 1ഉം 2ഉം എന്നുമല്ല 350-ലേറെ ചെണ്ടുമല്ലികളാണ് വർണ്ണമനോഹരമായ പൂക്കൾ വിടർത്തി നിൽക്കുന്നത്. ഇതിലൂടെ കടന്നുപോകുന്നവർക്ക് കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചയാണ്. പ്രദേശവാസിയായ പന്തക്കൽ പറമ്പിൽ ഷിബുവാണ് പാതയോരത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇതിനാവശ്യമായ തൈകൾ ഷിബു തന്നെ എത്തിച്ചു നൽകി. 400ഓളം തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 20-ലധികം പ്രദേശവാസികളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രവർത്തനങ്ങൾ. ജൂലൈ മാസത്തിൽ ഇതിന്റെ നടിയിൽ തുടങ്ങി. തുടർന്ന് ഈ കൂട്ടായ്മ പ്രവർത്തകർ തന്നെ ചെണ്ടുമല്ലിയുടെ പരിപാലനവും ഏറ്റെടുത്തു. മഴ വിട്ടുനിന്ന സമയത്ത് നനച്ചു. കീടബാധ നിയന്ത്രണത്തിനാവശ്യമായ വളപ്രയോഗവും ഇവർ നടത്തി. പാതയോരത്തെ ചെണ്ടുമല്ലി എന്ന ആശയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഉദ്ദേശം ഇവിടത്തുകാർ വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളിതൊരു കൂട്ടായ്മയായിട്ടാണ് ചെയ്തതാണ്. ശിവേട്ടനാണ് ഇതിന്റെ മെയിൻ. മൂപ്പര് പറഞ്ഞു ചെണ്ടാമല്ലി തൈ മേടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ വെച്ചാൽ കാണാൻ ഷോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വെച്ചതല്ല. അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല, നാടിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്താണ്. കുറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തു. നല്ല തിരക്കാ ഇവിടെ. രാത്രി കുറച്ച് വൈകിട്ടാണ് ആൾക്കാർ കൂടുതലും വരിക. ഉച്ചയ്ക്ക് ശേഷമാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. ഒന്നും ഉണ്ടായില്ല. പറക്കണ്ടെന്നാണ് എല്ലാവരും തീരുമാനം. കാണാൻ ഭംഗിയുണ്ടല്ലോ, അപ്പൊ പറിക്കാനും തോന്നണില്ല പൂവായി വെക്കുമ്പോ.
ഇതിന്റെ പരിപാലനമൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മളെല്ലാവരും കുറെ കഴിഞ്ഞ് വളരലും പിന്നെ വെള്ളം നനയ്ക്കലൊക്കെ 2 ദിവസം മഴ കിട്ടുകാരം നനച്ചിട്ടില്ല. 10 സ്ത്രീകളുണ്ട്, 10 പുരുഷന്മാരും അങ്ങനെ കൂടിയിട്ടുണ്ട്. പൂക്കൃഷിയോ അതിൽ നിന്നുള്ള വരുമാനമോ അല്ല ലക്ഷ്യം, നാടിന്റെ ഭംഗി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓണ സീസണിൽ പൂവില ഉയർന്ന വേളയിൽ പോലും ഒരു പൂ പോലും ഇവിടെ നിന്ന് പറിക്കാൻ ആരും തയ്യാറായില്ല. കാണാൻ വരുന്നവരോടും ഇക്കാര്യം തന്നെയാണ് കൂട്ടായ്മക്കാർ പറയുന്നതും, ആരും പൂ പറിക്കരുതെന്ന്. അടുത്ത വർഷം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ചെണ്ടുമല്ലി വെച്ച് പിടിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് തൃത്താല കണ്ണന്നൂർ ഉൾപ്പെടുന്ന പ്രദേശം. നാടിന്റെ ഗ്രാമഭംഗി തന്നെയാണ് ഇതിന് മുതൽക്കൂട്ടായത്. അത്തരം ഗ്രാമഭംഗികൾക്ക് മാറ്റേകുക കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ. ഇനിയും 2 മാസക്കാലം ഈ പൂവസന്തം പാതയോരത്തുണ്ടാകും. കണ്ണന്നൂർക്കാർക്ക് മാത്രമല്ല, ഇതിലൂടെ കടന്നുപോകുന്നവർക്ക് കാഴ്ചവസന്തമൊരുക്കി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സൈദാലിയെ അനുസ്മരിച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ SFIയുടെ നേതൃത്വത്തിലാണ് സൈദാലി അനുസ്മരണം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥി റാലിയോടെയായിരുന്നു അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം സജീവമാക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളെ പിടിമുറുക്കിയിരുന്ന അരാജക ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടാണ് SFIയുടെ സഖാക്കൾ ആകെയും സ്വീകരിച്ചത്. അരാജക ശക്തികളാണ് കേരളത്തിലെ ക്യാമ്പസുകളെ അന്ന് ഭരിച്ചത്. ആ അരാജക ശക്തികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഇന്നത്തെ KSU ആണ്. ഇന്നത്തെ KSUവിന്റെ അന്നത്തെ നേതാക്കന്മാരാൽ നേതൃത്വം കൊടുത്ത എല്ലാ അരാജക പ്രവണതകളുടെയും കേന്ദ്രമായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ. ആ KSUവിന് കൂട്ടായി ABUP ഉണ്ടായി. ABUPയും KSUവും ചേരുന്ന അംശത്തെ മുന്നണിയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് തന്ന് എല്ലാ അരാജക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. രാഷ്ട്രീയ മേധുമയില്ലാത്ത അരാജകതയുടെ കേന്ദ്രമായി കേരളത്തിലെ ക്യാമ്പസുകളെ അവർ അധപ്പതിപ്പിച്ചു. ആ അധപ്പതിക്കപ്പെട്ട ക്യാമ്പസുകളിലേക്കാണ് ശുഭ്രപതാകയുമായി SFI സഖാക്കൾ കടന്നു. SFI സഖാക്കൾ 1970 ഈ അനശ്വര വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ച് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രക്തഹാരം അണിയിച്ച് സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നതേയില്ല. SFIയുടെ ഭൂതകാലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ K. ജീവ അധ്യക്ഷനായിരുന്നു. SFI ജില്ലാ പ്രസിഡന്റ് VV അഭിഷേക്, ജില്ലാ സെക്രട്ടറി S. വിപിൻ, EP ഗോപിക, നന്ദകിഷോർ, മുഹമ്മദ് ഷാദുലി, അനുജ, ജിജീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചാവക്കാട് സ്വദേശി മരിച്ചു. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറ് വശം താമസിക്കുന്ന കുരിക്കളകത്ത് തേവത്ത് കുഞ്ഞു മുഹമ്മദ് മകൻ റഹീമാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഇയാളെ വളണ്ടിയർമാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ശക്തമായ പനിയെ തുടർന്ന് നട്ടെല്ലിൽ നിന്നും സ്രവമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ലൈല ഭാര്യയും ഷഫ്ന, ആയിഷ എന്നിവർ മക്കളുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണത്തല പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ചാലിശ്ശേരി നീട്ടിയത്ത് കളത്തിൽ അമ്മാളുകുട്ടിയമ്മ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ പൊന്നുള്ളി കുട്ടിക്കൃഷ്ണമേനോൻ ഭർത്താവാണ്. രാമനാഥൻ, വിശ്വനാഥൻ, സതീദേവി എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.